ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ എൻ അബൂബക്കർ സാർ, ഉദ്ഘാടകൻ ട്രസ്റ്റ് പ്രതിനിധിയായിട്ടുള്ള ബി അബ്ബാസ് അലി മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി നജീബ് സാർ, റിയാഡ് നഴ്സറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പ്രസിദ്ധ ടീച്ചർ. താങ്ക് യു. ഗ്ലോറിയോസ 2K26 നഴ്സറി കോൺവെക്കേഷൻ പ്രോഗ്രാമിന് വെൽക്കം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നഴ്സറി കമ്മിറ്റി കൺവീനർ ഉസ്മാൻ സാറെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഏറെ ബഹുമാന്യനായ നമ്മുടെ ട്രസ്റ്റ് പ്രതിനിധി അബ്ബാസ് അലി മാസ്റ്റർ, ബഹുമാന്യനായ നമ്മുടെ സ്കൂളിൻ്റെ അമരക്കാരനായിട്ടുള്ള എൻ അബൂബക്കർ സാർ, ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ രക്ഷാകർതൃ സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള CK അബ്ദുൽ ബഷീർ സാർ, നഴ്സറി സ്കൂളിൻ്റെ ബഹുമാന്യ പ്രിൻസിപ്പൽ പ്രസീത ടീച്ചർ, നമുക്കറിയാം 1995 മുതൽ ആരംഭിച്ച ഒരു പ്രീ പ്രൈമറി സ്കൂളായിരുന്നു നമ്മുടെ റിയാഡ് നഴ്സറി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം. നമ്മൾ സാധാരണ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, മുമ്പ് നമ്മുടെ സ്കൂളിലെ അധ്യാപികയായിരുന്ന സഹില ടീച്ചറാണ് ഈ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ പ്രാരംഭം കുറിക്കുന്നത്. അന്ന് തുടങ്ങിവെച്ച ഈ സ്ഥാപനം ഇന്ന് 7 ക്ലാസ് റൂമുകളും ഓഫീസും കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് ഹാൾ ഉൾപ്പെടെ വലിയ ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. 180-ലധികം കുട്ടികൾ ഇന്ന് ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. റിയാഡ് AUP സ്കൂളിൻ്റെ വിജയത്തിൻ്റെ ഒപ്പം നമ്മുടെ നഴ്സറി സ്കൂളും കുതിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ നഴ്സറി സ്കൂൾ ഈ കാലഘട്ടത്തിൽ നേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പഞ്ചായത്ത് തല കലാമേളയിലും കായികമേളയിലുമൊക്കെ നമ്മുടെ നഴ്സറി സ്കൂൾ ഓവറോൾ നേടിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, രക്ഷിതാക്കൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ ഈ അടുത്ത് നടന്നിട്ടുള്ള മലർവാടി മഴവില്ല് ചിത്രരചനയിൽ മികച്ച ചിത്രങ്ങളിൽ ഉൾപ്പെട്ട് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്ത ചിത്രങ്ങളിൽ ഒരു ചിത്രം നമ്മുടെ നഴ്സറി സ്കൂളിലെ ഒരു കുട്ടിയുടേതായിരുന്നു. ആ കുട്ടിക്ക് വലിയ ഒരു സംഖ്യ അതിൻ്റെ പേരിൽ ക്യാഷ് അവാർഡും മൊമെൻറ്റോയൊക്കെ ലഭിക്കുകയുണ്ടായി. പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി റെയിൻബോ സംഘടിപ്പിക്കുന്ന
ടാലൻറ്റ് പരീക്ഷയിൽ വളരെ മികച്ച വിജയമാണ് നമ്മുടെ കുട്ടികൾ നേടാറുള്ളത്. നമ്മുടെ വിദ്യാലയം കഴിഞ്ഞ വർഷം ആ പരീക്ഷയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ജില്ലയിലെ മികച്ച വിദ്യാലയമായി മാറാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അന്ന് 52 കുട്ടികൾ ക്യാഷ് അവാർഡിന് അർഹരായിരുന്നു. കഴിഞ്ഞ വർഷം റെയിൻബോ ടാലൻറ്റ് പരീക്ഷയിൽ 52 കുട്ടികൾ ക്യാഷ് പ്രൈസിന് വേണ്ടി അർഹരായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം നഴ്സറി ടീച്ചേഴ്സിൻ്റെ കഠിനാധ്വാനം കൊണ്ട് അത് LKG വിഭാഗത്തിൽ നിന്ന് മാത്രം 50 കുട്ടികളും UKG വിഭാഗത്തിൽ നിന്ന് 30 കുട്ടികളും അടങ്ങുന്ന 80 കുട്ടികൾക്ക് ഈ വർഷം ക്യാഷ് പ്രൈസിന് അവർ അർഹരായിട്ടുണ്ട്. അത് നഴ്സറിയുടെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലായിട്ട് നമ്മളും മാനേജ്മെൻറ്റും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ വർഷം 2 വർഷം പൂർത്തിയാക്കിയ കുട്ടികളും ഒറ്റ വർഷം കൊണ്ട് പരിശീലനം കിട്ടി അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷന് സാധ്യതയുള്ള കുട്ടികളും അടക്കം ഏതാണ്ട് 104ഓളം കുട്ടികൾ ഈ വർഷം പഠനം പൂർത്തിയാക്കി ഇറങ്ങുകയാണ്. അതിൽ മിക്ക കുട്ടികളും എന്നല്ല മുഴുവൻ കുട്ടികളും നമ്മുടെ എറിയാട് സ്കൂളിൽ തന്നെ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഈ നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ള നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരെ അടുത്തറിയുന്നവർക്കറിയാം ഏറെ പരിജ്ഞാനമുള്ള അനുഭവ സമ്പത്തുള്ള നല്ല സമർപ്പണബോധമുള്ള അധ്യാപികമാരുടെ അവരുടെ നിസ്തുലമായ ത്യാഗപരിശ്രമങ്ങൾ തന്നെയാണ് ഈ നേട്ടങ്ങളുടെയൊക്കെ പിന്നിലെന്ന് അധ്യാപകരും മാനേജ്മെൻറ്റും രക്ഷിതാക്കളും ഒരുപോലെ തിരിച്ചറിയുന്നു. അവർക്കതിനുള്ള പ്രത്യേക നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ട്രസ്റ്റ് പ്രതിനിധി ബി അബ്ബാസ് അലി സാർ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ HM അബൂബക്കർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം നഴ്സറി കമ്മിറ്റിയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന CK അബ്ദുൽ ബഷീർ സാറേയും ഞാൻ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന പ്രസീത ടീച്ചർ ഈ നഴ്സറി സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയാണ്, പ്രിൻസിപ്പളാണ്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബൂബക്കർ സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹലോ ക്ലോറിയോസ 2K26 നഴ്സറി കോൺവെക്കേഷൻ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാനായ ഹെഡ് മാസ്റ്ററെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ട്രസ്റ്റ് പ്രതിനിധിയുമായ ബി അബ്ബാസ് അലി മാസ്റ്റർ, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ PTA പ്രസിഡന്റ് ബഹുമാന്യനായ CK അബ്ദുൽ ബഷീർ അവറുകൾ, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നഴ്സറി കമ്മിറ്റി കൺവീനർ ഉസ്മാൻ സാർ, ഈ പരിപാടിയുടെ പ്രാർത്ഥന നിർവഹിച്ച ഹാനിയ നുഹാൻ ടീം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി നജീബ് സാർ, നഴ്സറി ഹെഡ് പ്രസീത ടീച്ചർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൊച്ചു കുട്ടികളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 2 വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിന് ശേഷം കോൺവെക്കേഷൻ അനുമോദന ചടങ്ങ് ഏറ്റുവാങ്ങുന്ന പിഞ്ചു കുട്ടികളെ, കൂടുതലായിട്ടൊന്നും നീട്ടി പറയുന്നില്ല. നിങ്ങളോട് വളരെ നേരത്തെ വരാൻ പറഞ്ഞിരുന്നു. സമയം അല്പം വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി
നമ്മുടെ ആദരണീയനായ ട്രസ്റ്റ് പ്രതിനിധിയും നമ്മുടെ മുൻ പ്രധാന അധ്യാപകനുമായിരുന്ന അബ്ബാസ് അലി സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹലോ പ്രൗഢഗംഭീരമായ അനുഗ്രഹീതമായ കുഞ്ഞു പൈതങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഗ്ലോറിയോസ 2K26 നഴ്സറി കോൺവെക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ട്രസ്റ്റ് മെമ്പറും മുൻ ഹെഡ് മാസ്റ്ററുമായ ബി അബ്ബാസ് അലി മാസ്റ്ററെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. ഇന്ന് ഇവിടെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന നഴ്സറി വിഭാഗത്തിൻ്റെ കോൺവൊക്കേഷൻ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ അബൂബക്കർ സാർ, സ്കൂളിൻ്റെ PTA-ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ ബഷീർ, സ്റ്റാഫ് സെക്രട്ടറി നജീബ് സാർ, നഴ്സറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന പ്രസീദ ടീച്ചർ, ഉസ്മാൻ സാർ, ആദരണീയരായ രക്ഷിതാക്കളെ, നഴ്സറിയുടെ കാമ്പും കാതലുമായിട്ടുള്ള സ്നേഹനിധികളായ ടീച്ചേഴ്സ്, ഇന്നത്തെ ഈ ഒരു പുലരി ഏറിയാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞതാണ്. കുട്ടികളുടെ ആനുവൽ എക്സാം കഴിഞ്ഞതിന് ശേഷം സാധാരണ ഞാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എക്സാമിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടാണ് വാർഷിക പരിപാടികളൊക്കെ നടക്കാറുള്ളത്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ എക്സാം എന്ന് പറയുന്ന ഒരു ടെൻഷൻ അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും വാർഷികത്തിലേക്ക് കടക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞു, ടീച്ചേഴ്സിന് പോർഷൻ തീർക്കാനുള്ള അവരുടെ ടെൻഷനും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായി വളരെ സന്തോഷത്തോടു കൂടി ഒരു അവധിക്കാലത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ പൂമുഖവാതിൽക്കൽ നിന്നുകൊണ്ട് ഇന്ന് സ്കൂളിൻ്റെ വാർഷികം ഗ്ലോറിയോസ 2K26 ആഘോഷിക്കുമ്പോൾ തീർച്ചയായും എല്ലാവരും സന്തോഷത്തിലാണ്. ഒരറ്റം മുതലാണ് ഇന്നത്തെ വാർഷിക പരിപാടി ആരംഭിക്കുന്നത് എന്നുള്ളത് അതും വളരെ സന്തോഷകരമാണ്. ഇവിടുത്തെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥികൾ, നമ്മുടെ നഴ്സറി വിഭാഗത്തിലുള്ള കുട്ടികൾ, അവരുടെ കോൺവൊക്കേഷൻ, അവരിവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കി അതിൻ്റെ സനത് ഏറ്റുവാങ്ങുന്ന ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ കവാടത്തിലേക്ക് കടക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടികളെയും അതിലേറെ ആ കുട്ടികളുടെ പിന്നിൽ അവരുടെ എല്ലാ വിജയത്തിൻ്റെയും വളർച്ചയുടെയും ഒക്കെ ശില്പികളായി അവരുടെ പിന്നിൽ നിൽക്കുന്ന അവരുടെ പാരൻസ്, അവരെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ആ സനത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്ന കുട്ടികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നീട്ടിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറിയാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, നമ്മുടെ സബ് ജില്ലയിൽ തന്നെ വളരെയേറെ മുൻപിൽ നിൽക്കുന്ന സ്കൂളുകളിൽ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഏറിയാട് AUP സ്കൂൾ. ഈ സ്കൂള് എന്ന് പ്രവർത്തനം ആരംഭിച്ചോ അന്ന് മുതൽ അതിന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, എന്നും മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 1600ഓളം വിദ്യാർത്ഥികളുമായി LKG മുതൽ
7th വരെയുള്ള ഈ സ്കൂളിൽ വലിയൊരു സ്ട്രെങ്ത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പിന്നിലുള്ളത് ഈ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്ന IMT ട്രസ്റ്റ്, ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയും അതോടൊപ്പം തന്നെ PTA അകമഴിഞ്ഞ പിന്തുണയും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ആത്മാർത്ഥമായ കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ വിജയം നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നത്. അല്ല, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമുക്ക് കുതിക്കുവാൻ സാധിക്കുന്നത്. IMT ട്രസ്റ്റിൻ്റെ കീഴിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നഴ്സറി മുതൽ PG വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ്, ലോ കോളേജ്, അതുപോലെ തന്നെ ITI ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റാണ് IMT ട്രസ്റ്റ്. ഇതിന് കീഴിലുള്ള 2 എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാണ് ഇത്. ഒന്ന് പട്ടിക്കാട് മുള്ളിയാക്കുറിശി AUP സ്കൂളുമാണ്. ഈ 2 സ്കൂളുകളും പഠനരംഗത്ത് മാത്രമല്ല, കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, അവരുടെ വ്യക്തിത്വ വികാസം, ഇതിലൊക്കെ ഏറെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ കൂടി ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഈ ആഴ്ച ഉണ്ടായ ഒരു സംഭവം. ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൗമാരപ്രായക്കാരായ കുട്ടികൾ അവരുടെ സന്തോഷം പാട്ടിനനുസരിച്ച് തുള്ളിയും ചാടിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അടുത്ത ഒരു കുട്ടിയുടെ കാലിൽ ഒന്നറിയാതെ ചവിട്ടിപ്പോയി. അങ്ങനെ ചവിട്ടിപ്പോയത് ഒരു സംഘർഷത്തിലേക്കാണ് പിന്നെ പോയത്. ആ ചവിട്ടിയ കുട്ടിയെ മറ്റ് 2 കുട്ടികൾ ചേർന്നുകൊണ്ട് കുത്തിമലർത്തി കൊന്നുകളഞ്ഞതുകൊണ്ടാണ് ആ ആഘോഷത്തിൻ്റെ വേള കണ്ണുനീരായി മാറിയത്. കാലിലൊന്ന് ചവിട്ടിപ്പോകുന്നതിനൊക്കെ ഇത്ര വയലൻസ് ആകാൻ മാത്രം എങ്ങനെയാണ് നമ്മുടെ തലമുറ, നമ്മുടെ കുട്ടികൾ മാറിക്കഴിഞ്ഞത്? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ പോകുന്നു എന്നുള്ളതൊക്കെ ചിന്തിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് IQ വളരെ കൂടുതലുള്ള കുട്ടികളാണ് നമ്മുടെയൊക്കെ കുട്ടികൾ. പക്ഷേ അതിനോട് ചേർത്ത് കുട്ടികളിൽ ഉണ്ടാകേണ്ടതാണ് EQ, ഇമോഷണൽ കോഷ്യൻറ്റ്. ഈ ഇമോഷണൽ കോഷ്യൻറ്റ് വളരെ ലോ ആയി തീരുകയും IQ വളരെ കൂടുതലായി തീരുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ IQ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. പരസ്പരം സ്നേഹിക്കാനും പൊറുക്കാനും കരുണ കാണിക്കാനും ദയ കാണിക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞത് അത് തീർത്തും അരക്ഷിതമാണ്. അപ്പം എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഈ സ്ഥാപനം ഇതുപോലുള്ള സ്ഥാപനങ്ങളുമൊക്കെ മുഖ്യമായ ഊന്നൽ കൊടുക്കുന്നത് കുറേ കഴിവുകളും സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ കുറേ മത്സര പരീക്ഷകളും അതിൻ്റെ യോഗ്യതകളും അതിൻ്റെ സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല, ഇമോഷണൽ കോഷ്യൻ്റ് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ മനുഷ്യനോട് പെരുമാറുവാനും സ്വഭാവങ്ങളും മൂല്യങ്ങളും ശീലങ്ങളുമൊക്കെ ഏറ്റവും നല്ലതായി സൂക്ഷിക്കുവാനും അത് നിലനിർത്തുവാനും കഴിയുന്ന ഒരു തലമുറ വളർന്നു വരണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ട്രസ്റ്റ് ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷം ഇവിടെ ജോലി ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ സാധിക്കും, നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, അവരുടെ പെരുമാറ്റം, അവരുടെ മര്യാദ, അവരുടെ വ്യക്തിത്വം, അവരുടെ സംസ്കാരം, ഇതിലൊക്കെ ഇവിടെയുള്ള അധ്യാപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും
അത് വിലയിരുത്തുകയും ആ അർത്ഥത്തിൽ വലിയ പ്രോത്സാഹനങ്ങൾ അതിന് നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, മദ്യപിക്കുന്ന ഒരൊറ്റ അധ്യാപകനും ഈ സ്കൂളിലില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നില്ല. പക്ഷേ സിഗരറ്റ് വലിക്കുന്ന ഒരു അധ്യാപകനും ഈ സ്കൂളിലില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ പരിചയത്തിൽ ഒരൊറ്റ അധ്യാപകനും ഇവിടെ ഈ കോമ്പൗണ്ടിലെന്നല്ല പുറത്തേക്ക് ഇറങ്ങിയാലും സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം പോലും ഇല്ലാത്ത അത്രയും സ്വഭാവ വിശുദ്ധിയും വ്യക്തിത്വവുമുള്ള അധ്യാപകരെയാണ് ട്രസ്റ്റ് നിയോഗിക്കുന്നതും അവർ ഈ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എറിയാട് സ്കൂള് ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാനും കുട്ടികളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാനും കഴിയുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷം LSS USS ഇത് രണ്ടും ഒരു സ്കൂളിൻ്റെ നിലവാരം അളക്കുന്ന ഒരു ടൂളാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 24 LSS ആണ് നമുക്ക് നേടാൻ സാധിച്ചത്. ഞാൻ ആ LSS നേടിയ കുട്ടികളെയും അവരെ അതിന് പഠിപ്പിച്ച് വളർത്തിയെടുത്ത പരിശീലിപ്പിച്ചെടുത്ത അധ്യാപകരെയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി ഒപ്പം നിന്ന രക്ഷിതാക്കളെയും അഭിനന്ദിക്കുവാൻ, മാനേജ്മെൻറ്റിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 27 USS LSS കിട്ടുന്ന അത്ര എളുപ്പമല്ല USS കിട്ടുക എന്ന് പറയുന്നത്. കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവധി ദിവസങ്ങളിലും അവധി സമയങ്ങളിലുമൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഈ കുട്ടികളോടൊപ്പം ഞാനിതീ കൂടെ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വല്ല യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉച്ച സമയത്ത് കുറേ കുട്ടികൾ ഗേറ്റിങ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരവരെ പാരൻസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രാവിലെ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ആരംഭിച്ച LSS USS കോച്ചിങ് കഴിഞ്ഞിട്ട് അവരുടെ പാരൻസിനെ കാത്ത് നിൽക്കുകയാണ് അവർ വീട്ടിൽ പോകാൻ. അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആത്മാർത്ഥമായ അധ്വാനത്തിൻ്റെ മത്സരബുദ്ധിയോടുകൂടിയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. ആ USS നേടിയ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒക്കെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം ഉണ്ട്. അതുകൊണ്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ കൂടി, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കാൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത അക്കാഡമിക് ഇയർ ആരംഭിക്കുമ്പോഴേക്ക് നമ്മുടെ നഴ്സറിക്ക് നമ്മുടെ റോഡ് സൈഡിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലായിട്ട് റോഡിനോട് ചേർന്ന് നമ്മുടെ നഴ്സറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ഭാഗത്ത് തന്നെ നഴ്സറി വിദ്യാർത്ഥികളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് നിർമ്മിക്കുന്നതാണ് എന്ന് മാനേജ്മെൻറ്റ് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ PTA ഒക്കെ സഹകരണത്തോടു കൂടി വിദ്യാർത്ഥികളുടെയൊക്കെ സഹകരണത്തോടു കൂടി ഡിജിറ്റൽ ആയിട്ട് നമ്മുടെ റൂമുകളൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഏറെക്കുറെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഴ്സറി ഇനി നമുക്ക് അധികം നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് താമസിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. കാലം മുന്നോട്ടും പോവുകയാണ്. നമ്മുടെ നഴ്സറി മുതൽ തന്നെ ഡിജിറ്റലൈസ് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാനേജ്മെൻറ്റ് അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ഡിവിഷനുകൾ, നഴ്സറിയുടെ ഏതാനും ഡിവിഷനുകൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് ഈ അടുത്ത അക്കാഡമിക് ഇയർ ആരംഭിക്കുമ്പോഴേക്ക് അതുകൂടി ഡിജിറ്റലൈസ് ചെയ്യും എന്നാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അത് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം നമ്മളിങ്ങനെ താൽക്കാലികമായിട്ട് നമ്മൾ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ പന്തലിട്ടുകൊണ്ടുള്ള നമ്മുടെ ഈ ടെമ്പററി ഓഡിറ്റോറിയം. ഇതിന് ശരിക്കുള്ള റൂഫൊക്കെ ചെയ്തിട്ട് ഇതിനെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡോർ ഓഡിറ്റോറിയമാക്കി മാറ്റണം എന്ന ചർച്ച മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളുമൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്തായിരുന്നാലും അടുത്ത അക്കാഡമിക് ഇയറിൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ഇൻഡോർ ഓഡിറ്റോറിയം നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. സ്കൂളിൻ്റെ വാർഷികത്തിന് ഇന്ന് നടക്കുന്ന ഈ കുട്ടികളുടെ കോൺവോക്കേഷൻ പരിപാടിക്കും അതുപോലെ തന്നെ ഇന്ന്
ഇനി നടക്കാനിരിക്കുന്ന വാർഷിക പരിപാടികൾക്കൊക്കെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളും അനുമോദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുകയെന്നതോടൊപ്പം തന്നെ ഈ കോൺവൊക്കേഷൻ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രൗഢഗംഭീരമായ ഈ കോൺവൊക്കേഷൻ പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ബി അബ്ബാസ് അലി മാസ്റ്റർക്ക് ഹൃദ്യമായ നന്ദി. തുടർന്ന് ആശംസ അർപ്പിക്കാൻ വേണ്ടി ബഹുമാന്യനായ PTA പ്രസിഡന്റ് CK അബ്ദുൽ ബഷീർ അവരുകളെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ അധ്യാപകനായ നമ്മുടെ ചീഫ് ഗസ്റ്റ് അബ്ബാസ് അലി സാർ, അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ അബൂബക്കർ സാർ, സ്റ്റാഫ് സെക്രട്ടറി നജീബ് സാർ, അതുപോലെ നഴ്സറി വിഭാഗത്തിൻ്റെ മാർഗദർശിയായ ഉസ്മാൻ സാർ, നഴ്സറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പളായ പ്രസിദ്ധ ടീച്ചർ, മറ്റ് രക്ഷിതാക്കളെ, കുഞ്ഞു വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു കോൺവൊക്കേഷൻ പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺവൊക്കേഷൻ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം വൈകിയ ഒരു വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ 9:30 മണി മുതൽ അവരുടെ ഗൗണും ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്ന ഒരു അവസരത്തിലാണ്. എന്നിരുന്നാലും നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിനെ പറ്റി 2 വാക്ക് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അയൽ പ്രദേശങ്ങളിലും തൊട്ടടുത്ത് തന്നെയും നിരവധി അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥാപനങ്ങളുണ്ട് പ്രീ പ്രൈമറി സ്കൂൾ നടത്തിപ്പുകാരായിട്ട്. പക്ഷേ അതിലൊന്നും ചേരാതെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ വന്നു ചേർന്നത് നമ്മുടെ സ്കൂളിൻ്റെ നടത്തിപ്പിലും പാഠ്യപദ്ധതിയിലും അതുപോലെ മറ്റ് ആക്ടിവിറ്റീസിലും നമ്മുടെ സ്കൂളിൻ്റെ പ്രാഗൽഭ്യം അല്ലെങ്കിൽ ഒരു കഴിവ് വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒട്ടനവധി സമ്മാനങ്ങൾ ഈ വർഷം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട ഉസ്മാൻ സാറിൻ്റെ മാർഗനിർദ്ദേശത്തിൽ നമ്മുടെ പ്രിൻസിപ്പളായ പ്രസിദ്ധ ടീച്ചറുടെ ശിക്ഷണത്തിലും മാനേജ്മെൻറ്റിലും ഉള്ള മറ്റ് പ്രൈമറി ടീച്ചേഴ്സിൻ്റെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഇത്തരം നേട്ടങ്ങളൊക്കെ നമ്മുടെ സ്കൂളിന് വന്നു ചേർന്നത്. അതുകൂടാതെ മറ്റ് ജാതി മത വ്യത്യാസങ്ങൾ ഒന്നും കൂടാതെ തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഒത്തുചേർന്ന് പഠിക്കാനും കളിക്കാനും ഉള്ള സൗകര്യം നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ് എന്നുള്ളതും എടുത്തു പറയത്തക്ക ഒരു നേട്ടമായി നമ്മുടെ രക്ഷിതാക്കൾ കാണുന്നുണ്ടായിരിക്കണം. മറ്റ് പല സ്കൂളിലും ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെ മാത്രം സ്കൂളായി ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സ്കൂൾ എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും ഒരേ അവസരവും ഒരേ കരുതലും എന്ന നിലയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ മറ്റടുത്തൊക്കെ വേറെ പ്രീ പ്രൈമറി സ്കൂളുകൾ ഉണ്ടായിരുന്നിട്ടും ഇവിടെ തന്നെ
വന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. കൂടാതെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കഴിവും ആത്മാർത്ഥതയും അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഞാൻ ഒരിക്കൽ കൂടി ഈ നമ്മുടെ ഇന്നത്തെ കോൺവെക്കേഷനിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെയും PTA-യുടെയും സ്കൂളിൻ്റെയും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹലോ ഈ അനുഗ്രഹീതമായ ചടങ്ങിന് ആശംസ അർപ്പിച്ച ബഹുമാനായ PTA പ്രസിഡന്റ് CK അബ്ദുൽ ബഷീർ അവർക്ക് ഹൃദ്യമായ നന്ദി. തുടർന്ന് ആശംസ അർപ്പിക്കാൻ വേണ്ടി സ്റ്റാഫ് സെക്രട്ടറി KP നജീബ് മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, റിയാഡ് സ്കൂളിൻ്റെ വാർഷികത്തിന് ആണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ വാർഷികത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ കുഞ്ഞുമക്കൾക്ക് അവരുടെ നഴ്സറി തലത്തിൽ നിന്നും ബിരുദം നേടി 1-ാം ക്ലാസ്സിലേക്ക് വന്നെടുക്കുന്ന കോൺവെക്കേഷൻ പ്രോഗ്രാമാണ് ഈ വാർഷികത്തിൻ്റെ ഏറ്റവും സന്തോഷകരവും ഭംഗിയുള്ളതുമായ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ കോൺവെക്കേഷന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. ഇനി നമ്മൾ നീട്ടുന്ന ഓരോ സമയവും അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഒറ്റ വാക്കിൽ ഔപചാരികമായ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ കോൺവെക്കേഷനിൽ പങ്കെടുക്കുന്ന എല്ലാ പിഞ്ചു കുഞ്ഞുമക്കൾക്കും അത് കണ്ണിറയെ മനസ്സ് നിറയെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഹൃദ്യമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഈ കോൺവെക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയാൻ വേണ്ടി റിയാഡ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രസീത ടീച്ചറെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട HM അബ്ബാസലി മാസ്റ്റർ, ബഷീറാക്ക, PTA പ്രസിഡൻറ്റ് നജീബ് സാറ്, നഴ്സറി കൺവീനർ ഉസ്മാൻ സാറ്, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ പിഞ്ചു മക്കൾ, എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ, സ്കൂളിലെ അധ്യാപികമാർ, ആയമാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. സമയം അധികമില്ല, അതുകൊണ്ടാണ്. താങ്ക് യു ടീച്ചർ. ഇതോടുകൂടി റിയാഡ് നഴ്സറി സ്കൂൾ കോൺവെക്കേഷൻ സെറിമണിയുടെ ഇനാഗുറേഷൻ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുട്ടികൾക്കുള്ള ആദരവ്, മൊമെൻറ്റോ വിതരണം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവരും സദസ്സിലിരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. Good morning, respected principal, dear teachers, loving parents, and my little shining stars. Today is very special day, joy day to all of us. We have gathered here to celebrate the big milestone in the life of our childhood graduates. Though their steps are small, their dreams are big. And today marks the beginning of a beautiful learning journey ahead. Over the past year, our little ones have learned not only letters and numbers, but also how to share, care, smile, and grow together. Their laughter has filled our classrooms with happiness, and their curiosity
ഗ്ലോറിയോസ 2K26 എറിയാട് നഴ്സറി സ്കൂൾ കോൺവെക്കേഷൻ സെറിമണി ആരംഭിക്കാൻ പോവുകയാണ്. എറിയാട് നഴ്സറി സ്കൂളിലെ പിഞ്ചുമക്കൾ ഏറ്റുവാങ്ങുന്ന ഈ കോൺവെക്കേഷൻ കൺകുളികെ കാണുവാൻ വേണ്ടി എല്ലാ രക്ഷിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I kindly invite our respected chief guest, Abbasali Master, our former HM, to distribute the certificates. Please, sir. Let's invite Aginav K. UKGA to the stage. He is a happy and active learner. കോൺവെക്കേഷൻ ഏറ്റുവാങ്ങിയതിന് ശേഷം കുട്ടി പുറത്തിറങ്ങുമ്പോൾ പേരൻ്റ് കൂടെ വന്ന് ഈ ഫോട്ടോ എടുക്കുന്ന കോർണറിൽ എത്തേണ്ടതാണ്. Now we call MLZM UKGA to receive the certificate. He loves to learn and play. Please clap for Dhirav P. UKGA. He is a bright and brilliant child of our nursery. Here comes our smart student, Mohammed Adian V. UKGA. He is a good student and makes us proud every day. Now it is the time for Mohammed Ahil P. UKGA to come on stage. He is a cheerful little learner. കോൺവെക്കേഷൻ ഏറ്റുവാങ്ങി കുട്ടി പുറത്തിറങ്ങുമ്പോൾ രക്ഷിതാവ് സ്വീകരിക്കേണ്ടതാണ്. Let's welcome our little star, Mohammed Amanti, UKGA. Please come forward to receive the graduation certificate. Please invite Mohammed Fadin P, UKGA, to receive the graduation certificate. He is very friendly and kind. Here comes our smart student
Fatima Mashra VT UKGA, a happy child who enjoys learning new things. Please come to the stage Fatima Ria in UKGA, a cute and active child full of energy. Welcome Jusha Fatima K, UKGA, a sweet little one with a big heart. Please welcome Neha M, UKGA, our adorable star with a shining future. Please welcome Ritika K, UKGA, to the stage, our little cupcake with super sweet smile. Let's welcome Ria Fatima NK, UKGA, our little sunshine who brightens our day. I call upon Shiha Meherin M, UKGA, a bundle of giggles and happiness. Let's give a big clap for Salha Sadiq TK, UKGA, our little sweetie, so soft and sweet. Welcome Zahrin Afzal M, UKGA, a tiny champ with a big happy heart. I humbly invite our senior teacher and staff secretary KP Najib sir to come forward and distribute the certificates. Sir, please. Welcome dear Adam Zain T, UKGB, our little flower blooming beautifully. I invite Ayan K, UKGB, to the stage, our teeny superstar shining bright. Welcome Hyzen Ibad P, UKGB, a little pearl, precious and bright. Please welcome Hamis EK, UKGB, our sweet chocolate with lots of love.
UKGP, a cute little doll full of happiness. Let's give a big clap for Mohammed Naihan City UKGB, our little hero with big dreams. I call upon Mohammed Zianvi UKGB, a happy heart who loves to smile. Please give a warm welcome to our little star Mohammed Jazlan P UKGB. Please give a warm welcome to our little star Mohammed Jazlan P UKGB. Come please and receive the graduation certificate. I am happy to invite our little friend Mohammed Hashim B UKGB to the stage. He is a cute boy. Let me welcome respected Usman sir, convener of our nursery committee, to kindly present the certificate to our little graduates. Let me invite respected Usman sir, convener of our nursery committee, to kindly present the certificates to our little graduates. Please welcome Rashhan Mohammed. Here we have Shazin Umar P UKGB, a bright and cheerful member of our nursery family. Next, let me welcome Zakif Ahmad T UKGB, a lovely child who makes our classroom brighter. Now coming to the stage, our little star Zayan D UKGB. Please give him a big clap.
Primary Principal, Presida Ma'am, to give the graduation for our kids. Let's invite Fatima Ira and UKGP to the stage.
Fatima Ira M. UKGP to the stage. She is a happy and active learner. Now we call Fatima Hizapi UKGP to receive the certificate. She loves learn and play. Please clap for Minha M UKGP. She is a bright and brilliant child of our nursery. Here comes our smart student, Naira Mariam Casey, UKGP. She is a good student and makes us proud every day. Now, it is the time for Senha Fatima V, UKGP, to come on stage. She is a cheerful little learner. Let's welcome our little star, Shansa Fatima KP, UKGP. Please come forward to receive the graduation certificate. Please invite Zahra Fatima K, UKGB, to receive the graduation certificate. She is very friendly and kind. Here comes our smart student Zia Fatima K, UKGB. She always makes us proud. Let's call Zuni Ain TP, UKGB, to the stage. She shines like a little star. I respectfully invite our senior teacher, Zeenat Ma'am, to come forward and distribute the certificate. Now we welcome Adil Hayat P, UKGC, to the stage. He is a wonderful child. Please come and receive your graduation certificate. Here comes our little bundle of joy, Abu Aizin M, UKGC. Please come here. Let's welcome our shining star, Ayan Adil P, UKGC, with lots of love. Our sweet angel, Muhammad Fadi M, UKGC, is coming to the stage. With a big smile, let's invite Muhammad Midlaj P, UKGC, to the stage.
UKGC, a cute and active child full of energy. Please welcome Safwan C, UKGC, our adorable star with a shining future. Muhammad Nuh K, UKGC to the stage, our little cupcake with super sweet smile. Let's welcome Aiba Fatima K, UKGC, our little sunshine who brightens our day. Aisha Hina K, UKGC, a bundle of giggles and happiness. Let's give a big clap for Aisha Tenza K, UKGC, our little sweetie so soft and UKGC with a happy smile. She's a smart girl. I request answer teacher to kindly come forward and distribute the certificates. I request answer teacher to kindly come forward and distribute the certificates. Welcome dear Alisha E, UKGC, our little flower blooming beautifully. I invite Haiza Mariam PP, UKGC, to the stage, our tiny superstar shining bright. Welcome Hadia A, UKGC, a little pearl precious and bright. Please welcome Nahia K, UKGC, our sweet chocolate with lots of love. Please give a warm welcome to our little star Prachi Prajapati, UKGC. Come please and receive the graduation certificate. I am happy to invite our little friend Zara Fatima in UKGC to the stage. She is a cute girl. May I invite respected Karim sir. He is retired
coming to the stage, our little star, Hood TP 1 year. Please give him a big clap. Next we call Mohammad Razi M 1 year, a playful and happy little learner. Next comes Mohammad Shamis N 1 year, a curious learner who enjoys songs, rhymes and fun. Please come and receive your graduation year. Let's welcome our little star, Anfa Meherwi 1 year, who loves to smile and shine always. Please come here. Here comes our smart and cheerful child, Aira Meher K 1 year. Give her a clap, please. Next is our wonderful little graduate, Ayana K 1 year. Let's welcome her with happy and joy. Let me invite Mr. Iqbal Saur, convener of the annual day celebration, to come and distribute the certificates. Let's invite Finzan 1 year to the stage. She is a happy and active learner. Now we call Fatima Ruby M 1 year to receive the certificate. She loved to learn and play. Please clap for Isa Iran K 1 year. She is a bright and brilliant child of our nursery. Here comes our smart student Khadija Ishra P 1 year. She is a good student and makes us proud every day. Now it is the time for Nivedya PK 1 year to come on stage. She is a cheerful little learner. Let's welcome our little star, Srinanda K 1 year. Please come forward to receive the graduation certificate. Please welcome Arush UKGP, our adorable star, with a shining. Dear parents,
Here ends our convocation ceremony. Our tiny tots are being honored with a graduation certificate for the first time in their life. Your prayers and blessings should be with them. Once again, thank you all for being here.